ഇന്ന് നമുക്ക് AWS ക്ലൗഡ് സർവീസായ S3യുടെ ഹാൻഡ്സ് ഓൺ ചെയ്യാം. അതിനായി നമുക്ക് AWS മാനേജ്മെൻറ്റ് കൺസോളിൽ S3 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. എന്നിട്ട് S3 സർവീസ് ഡാഷ്ബോർഡിലെത്തുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ബക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഒരു ബക്കറ്റ് നെയിം കൊടുക്കണം. ബക്കറ്റ് നെയിം എപ്പോഴും ഒരു ഗ്ലോബലി യുണീക്ക് ആയിട്ടുള്ള ഒരു ബക്കറ്റ് നെയിം ആയിരിക്കണം കൊടുക്കുന്നത്. പിന്നെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു URL ചെക്ക് ചെയ്ത് അതിൻ്റെ റൂൾസ് അറിയാം. ഇപ്പോൾ നമുക്ക് ഒരു ഗ്ലോബലി യുണീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഡെമോ ബക്കറ്റ് എന്നൊക്കെ കൊടുത്താൽ മിക്കതും ഓൾറെഡി യൂസ്ഡ് ആയിരിക്കും. നമുക്കൊരു യുണീക്ക് നെയിം കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ ഇത് ആദ്യത്തെ S3 ബക്കറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഒരു പ്രോജക്റ്റിൽ ഇപ്പോൾ ഒരു റിക്വയർമെൻറ്റ് ഓൾറെഡി നമുക്കൊരു എക്സിസ്റ്റിംഗ് ബക്കറ്റ് ഉണ്ട്. ആ ഒരു ബക്കറ്റിൻ്റെ സെറ്റിങ്സ് തന്നെ ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബക്കറ്റിന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിസ്റ്റിംഗ് ബക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടുന്ന് ചൂസ് ചെയ്താൽ അതേ സെറ്റിങ്സിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഒബ്ജക്റ്റ് ഓണർഷിപ്പ്. അടുത്തത് ഒബ്ജക്റ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ACL ആക്സസ് കൺട്രോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്കൊരു ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഡിസേബിൾ ചെയ്തിട്ടോ എനേബിൾ ചെയ്തിട്ടോ നമുക്ക് ഇതിനെ ഈ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ AWS തന്നെ റെക്കമെൻഡ് ചെയ്യണത് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഡിസേബിൾ ചെയ്യാനാണ്. ഇപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്യേണ്ട ഒരു യൂസ് കേസ് ഒക്കെ വരുന്നത് നമ്മളൊരു ക്രോസ് അക്കൗണ്ട് ആക്സസ് ഒക്കെ റിക്വയർഡ് ആണെങ്കിൽ, ഇപ്പോൾ വേറൊരു ഡിഫറെൻറ്റ് AWS അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ബക്കറ്റിന് ആക്സസ് ഒക്കെ വേണമെങ്കിൽ നമ്മളൊരു ACL എനേബിൾ ചെയ്ത് പ്രൊസീഡ് ചെയ്യണം. അത് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഈ ബക്കറ്റിന് ഈ ഒരു അക്കൗണ്ട് തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ AWS റെക്കമെൻഡ് ചെയ്ത പോലെ ACL ഡിസേബിൾ ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അടുത്തതാണ് ബ്ലോക്ക് പബ്ലിക് ആക്സസ് സെറ്റിംഗ് ഫോർ ദിസ് ബക്കറ്റ്. അതായത് ഇതാണ് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ബക്കറ്റ് ആകണോ ഒരു പബ്ലിക് ബക്കറ്റ് ആകണോ എന്ന് ഡിസൈഡ് ചെയ്യണ സ്ഥലം. അതായത് ഇപ്പോൾ ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രൈവറ്റ് ബക്കറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മൾ അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പബ്ലിക് ബക്കറ്റായിട്ട് നമുക്ക് ഇതിലത്തെ ഒബ്ജക്ട്സിനൊക്കെ പബ്ലിക് ആക്കാൻ അലൗഡ് ആണെന്ന് അർത്ഥം. ഇപ്പോൾ കറൻ്റ്ലി നമുക്കൊരു പ്രൈവറ്റ് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് അടുത്തത് ബക്കറ്റ് വേർഷനിങ്. ഈ ബക്കറ്റ് വേർഷനിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കൊരു വേർഷനിങ് ഒരു ഒബ്ജക്റ്റ് ആക്സിഡൻ്റലി ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഈ വേർഷനിങ് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്ട്സ് ഡിഫറെൻറ്റ് വേർഷനിൽ അവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്കപ്പോൾ അതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി നമുക്കത് ഡിസേബിൾ ചെയ്ത് പോകാം. ഇനി ടാഗ്സ് എന്ന് പറയുന്നത് നമ്മളിതിന് മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ടാഗ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ എല്ലാ റിസോഴ്സിനെയും നമുക്ക് ഫിൽട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ബില്ലിംഗ് പർപ്പസിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ടാഗ് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് ഫിൽട്ടർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്തതാണ് എൻക്രിപ്ഷൻ. ഡീഫോൾട്ട് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് സെർവർ സൈഡ് എൻക്രിപ്ഷൻ വിത്ത് ആമസോൺ S3 മാനേജ് കീയാണ്. നമുക്കത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. എൻക്രിപ്ഷൻ നമ്മൾ പറയേണ്ടായി ഡാറ്റ മോർ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻക്രിപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അഡ്വാൻസ് സെറ്റിങ്ങിൽ ചെക്ക് ചെയ്യാം. അതിൽ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ലോക്ക്. ഇപ്പോൾ ഒബ്ജക്റ്റ് ലോക്ക് നമ്മൾ പറയേണ്ടായ ഒരു ആക്സിഡൻ്റൽ ഡിലീഷൻ, നമുക്കൊരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ലോക്ക് കൊടുക്കാം. അടുത്ത സ്റ്റേജ് നമുക്ക് ഡിസേബിൾ ചെയ്ത് ഡീഫോൾട്ട് സെറ്റിങ്സ് ഉള്ള പോലെ നമുക്ക് ഈ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏത് റീജിയനാണോ സെലക്ട് ചെയ്ത് ആ റീജിയനിൽ ഈ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബക്കറ്റ്. ഇനി ഈ ബക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്ട്സ്, അതായത് നമ്മുടെ ഫയൽസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതിന് ഈ ഒരു ബക്കറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ബക്കറ്റിലെ ഒബ്ജക്ട്സ്, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഒരു ഒബ്ജക്റ്റും അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ടാബിൽ നമ്മൾ ഈ ഒരു ബക്കറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത ഫീച്ചേഴ്സ് എല്ലാം വെച്ച് നമുക്ക് ഇവിടെ എല്ലാ ഫീച്ചേഴ്സും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പല ഫീച്ചേഴ്സ്. അപ്പോൾ അത് അനുസരിച്ച് നമ്മുടെ യൂസ് കേസിൽ ഇപ്പോൾ അത് റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ക്രിട്ടിക്കൽ പ്രോജക്റ്റാണ് നമ്മൾ ഈ ഒരു ബക്കറ്റിലത്തെ ഒബ്ജക്ട്സ് അത്രയും സെക്യൂർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ ചെയ്തിട്ടും അത് നമ്മൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്ന് നോക്കി, ഇപ്പോൾ ബക്കറ്റ് വേർഷനിങ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്തിട്ടും അതിൻ്റെയൊക്കെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് കൊടുക്കാം.
ഇതാണ് അതിൻ്റെ പെർമിഷൻ. ഈ പെർമിഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഇപ്പോൾ സെലക്ട് ചെയ്തു ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ്. ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു പ്രൈവറ്റ് ബക്കറ്റായിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ നമുക്കിതിനെ ഒരു പബ്ലിക് ബക്കറ്റ് ആക്കണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് റിമൂവ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതാണ് ബക്കറ്റ് പോളിസി. ഇപ്പോൾ AWS പറയുന്നത് നമ്മൾ ACL ഡിസേബിൾ ചെയ്തിട്ടാണ് പ്രൊസീഡ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കൊരു ആക്സസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബക്കറ്റ് പോളിസിയിൽ പെർമിഷൻ കൊടുത്ത് നമുക്ക് ഇതിനെ ആക്സസ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു IAM റോൾ വഴി നമുക്ക് IAM പോളിസീസ് ക്രിയേറ്റ് ചെയ്ത് ആക്സസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെയാണ് പല ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് സെക്യൂർ ആയിട്ട് ഒരു ബെസ്റ്റ് പ്രാക്ടീസിൽ നമ്മൾ ഫോളോ ചെയ്ത് നമുക്ക് ഈ ഒരു ബക്കറ്റിനുള്ള ആക്സസ് കൊടുക്കാനുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇതുവരെ സെലക്ട് ചെയ്ത കോൺഫിഗറേഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പെർമിഷൻസ്. ഇനി ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, ഇതിൽ അപ്ലോഡ് ഒബ്ജക്ട്സിൽ പോവുക, അപ്ലോഡ്, നമുക്ക് ആഡ് ഫയൽസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ നമുക്ക് ഏത് ഫയൽസാണോ ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു index.html ഫയൽ, error.html ഫയൽ, പിന്നെ ഒരു ടെക്സ്റ്റ് ഫയലാണ് അപ്ലോഡ് ചെയ്യണത്. ഓക്കെ, ഇറ്റ് അപ്ലോഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഫയൽ ഇപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ടെക്സ്റ്റ് ഫയൽ. ഇതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഏത് ബക്കറ്റിൽ ഏത് റീജിയണിൽ എങ്ങനെയാണ് അതിനെ ആക്സസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് URL ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുക. കറൻ്റ്ലി നമ്മൾ ഇതിനെ പ്രൈവറ്റ് ബക്കറ്റ് ആക്കിയിട്ട് ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഇൻ്റർനെറ്റിന് ആക്സസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളത് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്സസ് ഡിനൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ മെസ്സേജ് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് പബ്ലിക് ആക്കുക, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്, ഇതിൻ്റെ ഒരു യൂസ് കേസായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഒരു വെബ് സെർവർ ഇല്ലാണ്ട് ഈ S3 ബക്കറ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്കൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് നടത്താൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി കാണാം. അപ്പോൾ അതിനായി ഇപ്പോൾ ഇത് നമ്മൾ ഒരു പ്രൈവറ്റ് ബക്കറ്റിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. ഇനി ഇതിനെ പബ്ലിക് ബക്കറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്നുള്ളതിനെ അൺചെക്ക് ചെയ്യുക. നമുക്കിവിടെ ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്നുള്ളത് അൺചെക്ക് ചെയ്യാവുമ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് പബ്ലിക്കലി ആക്സസിബിൾ ആണെന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഇപ്പം നമ്മൾ ബക്കറ്റ് പബ്ലിക്കലി ആക്സസിബിൾ ആക്കി കൊടുത്തു, ബക്കറ്റ് പെർമിഷൻ പബ്ലിക്കലി ആക്സസിബിൾ ആക്കി കൊടുത്തു. ഇനി നമ്മൾ ഇതിലത്തെ ഓരോ ഒബ്ജക്റ്റും ആക്സസ് ചെയ്യാനായിട്ട് പബ്ലിക്കലി ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിതിനെ ഇതിൻ്റെ ബക്കറ്റ് പോളിസിയിൽ നമ്മളൊരു ബക്കറ്റ് പോളിസി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു IAM പോളിസിയിൽ പറഞ്ഞ അതുപോലെ ഇതാണ് നമ്മൾ അപ്പോൾ സംസാരിച്ച റിസോഴ്സ് ലെവലുള്ള ഒരു പോളിസി. അപ്പോൾ ഈ ബക്കറ്റ് പോളിസി അതും JSON-ൽ നമ്മൾ ഗെറ്റ് പെർമിഷൻ പ്രിൻസിപ്പിൾ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബക്കറ്റ് പോളിസി നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനൊരു ബക്കറ്റ് പോളിസി, അതിൽ ARN ഈ ബക്കറ്റിൻ്റെ ARN കൊടുക്കണം. അതായത് ഇവിടെ ഇഫക്റ്റ് allow പ്രിൻസിപ്പിൾ ഓൾ ആക്ഷൻ ഗെറ്റ് S3 ഗെറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ബക്കറ്റിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും നമ്മൾ ഇൻ്റർനെറ്റിന് ആക്സസ് ചെയ്യാൻ നോക്കിയാൽ ഇത് ആക്സസിബിൾ ആയിരിക്കും. ഈ റിസോഴ്സിനെയും ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ബക്കറ്റിൻ്റെ ARN നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബക്കറ്റിലെ എല്ലാ ഒബ്ജക്ട്സും നമുക്ക് ഇൻ്റർനെറ്റിൽ ആക്സസിബിൾ ആയിരിക്കും. ഇനി നമ്മളിത് സേവ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ഒരു വട്ടം കൂടി ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. ഓക്കെ,
ഇതാണ് ആ ടെക്സ്റ്റ് ഫയൽ എഴുതിയത്. ഹൈ ടീം വെൽക്കം ടു ദ AWS S3 ഹാൻഡ്സ് ഓൺ ഡെമോ. ഇപ്പോൾ നമുക്കിത് ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആക്സസിബിൾ ആയിട്ടുണ്ട് ഇൻ്റർനെറ്റിൽ. അപ്പോൾ അതായത് നമുക്ക് ഈ ബക്കറ്റിലത്തെ ഓരോ ഒബ്ജക്റ്റും പബ്ലിക്കലി ആക്സസിബിൾ ആണ്. ഇനി നമുക്ക് ഈ S3 ബക്കറ്റിൻ്റെ ഒരു യൂസ് കേസായ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്യാം. അതിനായിട്ടും നമ്മൾ പറയുണ്ടായി ഒരു index.html ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് error.html ഫയലും നമ്മളൊന്ന് കോൺഫിഗർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്ത് നമുക്കത് ആക്സസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു index.html ഫയലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു എറർ ഫയൽ. സോ ഇതിൽ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ വെൽക്കം ടു മൈ AWS S3 ഹോസ്റ്റഡ് വെബ്സൈറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്യാമെന്ന് കാണാം. ഇതിൽ പ്രോപ്പർട്ടീസിൽ പോവുക. അതിൻ്റെ ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്. ഇതിൽ എഡിറ്റ് ചെയ്യുക, എനേബിൾ ഹോസ്റ്റ് എ സ്റ്റാറ്റിക് വെബ്സൈറ്റ്. ഇതിൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള index.html ഫയലിൻ്റെ നെയിം കൊടുക്കുക. error.html. ഓക്കെ, സേവ് ചേഞ്ചസ്. സോ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എനേബിൾ, ഹോസ്റ്റിംഗ് ടൈപ്പ് ബക്കറ്റ് ഹോസ്റ്റിംഗ്. ഇതാണ് നമ്മുടെ എൻഡ് പോയിൻ്റ് AWS സൈഡിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ ആക്സസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള index.html ഫയലുള്ള വെൽക്കം ടു മൈ AWS S3 ഹോസ്റ്റഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് അത് നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഇതിലില്ലാത്തൊരു ഫയൽ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിലത്തെ ഒരു എറർ മെസ്സേജ് എങ്ങനെയാണെന്ന് കാണാം. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഇതിലില്ലാത്തൊരു ഫയലിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ 404 പേജ് നോട്ട് ഫൗണ്ട് ഗോ ടു ഹോം പേജ് എന്നുള്ളത് നമ്മൾ error.html ഫയലിൽ കോൺഫിഗർ ചെയ്ത പോലെ നമുക്ക് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്ത് നമ്മൾ S3നെ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു ക്ലീനപ്പ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒരു ബക്കറ്റ് ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അത് എംപ്റ്റി ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു S3 ബക്കറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ബക്കറ്റ് ഈസ് നോട്ട് എംപ്റ്റി. സോ ഫസ്റ്റ് നമ്മളതിനെ അതിലത്തെ കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് S3 ബക്കറ്റ് ഡിലീറ്റ് ചെയ്യാം. ഈ ബക്കറ്റിൻ്റെ നെയിം കൊടുക്കണം, ഡിലീറ്റ് ബക്കറ്റ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.